നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉപ്പുചീര എന്ന സസ്യത്തെയാണ്. ഉപ്പിൻ്റെ സാന്നിധ്യമുള്ള സമുദ്രപ്രദേശത്താണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഉപ്പുചീര എന്ന് വിളിച്ചു പോരുന്നത്. കൊഴുപ്പുചീര, നീലച്ചീര, മണൽച്ചീര എന്നൊക്കെയും ഇതിന് നാമധേയങ്ങളുണ്ട്. ഉപ്പും ക്ഷാരവും ഇതിൽ കൂടുതലായി അടങ്ങിയതുകൊണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ലോണി, ലോണിക എന്നൊക്കെയും പറയപ്പെടുന്നു. പോർട്ടുലേക്കേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പോർട്ടുലാക്ക ഒലറേസിയ എന്നാണ്. ഈർപ്പമുള്ള പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും സമുദ്രപ്രദേശങ്ങളിലുമാണ് ഇത് കൂടുതലായി വളർന്നു വരുന്നത്. ഇന്ത്യ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നുവെങ്കിലും ആഫ്രിക്കയാണ് ഇതിൻ്റെ ജന്മദേശമെന്ന് പറയപ്പെടുന്നു. ഇതൊരു ഏകവർഷീയ ഔഷധിയാണ്. ധാരാളം ശാഖോപശാഖകളും ഇതിനുണ്ട്. നിലം പറ്റി വളരെ വേഗത്തിൽ വളർന്നു വരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ തണ്ടും ഇലകളും എല്ലാം മാംസളമാണ്. തണ്ടിന് ഇളം പച്ച നിറമോ തവിട്ട് നിറത്തിലോ കാണപ്പെടുന്നു. അതുപോലെ ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത തവിയുടെ ആകൃതിയാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ഇതിന് ഞെട്ടുകളില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഇലകൾ ഏകാന്തരമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ തണ്ടിൻ്റെ അറ്റത്ത് കൂട്ടമായും കാണപ്പെടുന്നു. പല വലിപ്പത്തിലാണ് ഇതിൻ്റെ ഇലകൾ വളർന്നു വരാറുള്ളത്. ഇതിൻ്റെ പൂക്കൾക്ക് മഞ്ഞ നിറമോ നരച്ച വെള്ള നിറത്തിലോ കാണപ്പെടുന്നു. അതും ശാഖാഗ്രങ്ങളിലോ പത്രകക്ഷത്തിലോ കാണുന്നു. ഈ സസ്യത്തിന് പ്രത്യേകിച്ചൊരു പൂക്കാലമില്ല. ഏത് കാലത്തും ഇതിൽ പൂക്കൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇതിൻ്റെ പൂക്കളുടെ വിരിഞ്ഞു നിൽക്കുന്ന സമയം വളരെ കുറവാണ്. ഇതിൻ്റെ ഫലം ക്യാപ്സ്യൂളാണ്. അതിൽ കറുപ്പ് നിറത്തിലോ തവിട്ട് നിറത്തിലോ വളരെ ചെറിയ വിത്തുകളും കാണാൻ സാധിക്കും. ഉപ്പുചീര സാധാരണയായി ഇലക്കറിയായിട്ടാണ് ഉപയോഗിച്ചു വരാറുള്ളത്. മറ്റു ഇലക്കറികളേക്കാൾ ഒമേഗ-3 ഫാറ്റി ആസിഡ് ഇതിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ബി, സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അതുപോലെ ബീറ്റാ സയാമിൻ എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ധാരാളം ജലാംശമുള്ള ഈ ഉപ്പുചീരയുടെ സമൂലവും ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നു. അർശസ്, മൂത്രപ്പഴുപ്പ് എന്നിവയിലൊക്കെ ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൽ ഓക്സലേറ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അമിത ഉപയോഗം മൂത്രക്കല്ലുണ്ടാക്കാനും ഇടയാകും. ഇതിൻ്റെ വിത്തിന് അണുനാശന ശക്തിയുണ്ട്. അതുപോലെ ചില ചർമ്മരോഗങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്താറുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ഉപ്പ് താളി അല്ലെങ്കിൽ വേലിപ്പടക്കെന്ന് പറയില്ല അതിന്, അത് ഒരു ചീരയുടെ വകുപ്പൊക്കെ ആയിട്ട് പറയാം. അതിലൊരു ഗുണം നല്ല ഔഷധ സസ്യമാണ്. അതോടൊപ്പം നല്ലോണം ന്യൂട്രീഷ്യസ് ആണ്. ആ ദിവസേന അകത്തേക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഈ ശരീരം ക്ഷീണം മാറാൻ. പിന്നെ അത് ഈ സമൂലം കഷായം വെച്ചിട്ട് ദിവസേന കഴിച്ച് കഴിഞ്ഞാൽ ഈ ദുർനീര് പോകും ശരീരത്തിൽ. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ഇരുമ്പിൻ്റെ അംശം അതുപോലെ ഈ ന്യൂട്രീഷ്യൻസൊക്കെ കുറഞ്ഞു വേണം ഈ ശരീരത്തിൽ നീര് വരുന്നൊരു കണ്ടീഷനുണ്ട്. ഇത് കഷായം വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആ ദുർനീര് അങ്ങോട്ട് മൂത്രത്തുകൂടെ ഒഴുകിപ്പോകും. പിന്നെ ഇത് സമൂലം നീരെടുക്കുക. ഇതിൻ്റെ ഇടിച്ച് പിഴിഞ്ഞ നീരെടുത്ത് ലേശം തേൻ ചേർത്ത് ദിവസേന കഴിച്ചാൽ ഈ അസ്ഥിരുക്കം എന്ന രോഗമുണ്ട് സ്ത്രീകൾക്ക്, അത് വളരെ പെട്ടെന്ന് മാറും. അത് കുറച്ചു കാലം കഴിക്കുകയും ചെയ്യാം. അതുമാത്രം ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ ക്ഷീണം, തളർച്ച, ഒരു ഉന്മേഷമില്ലായ്മ, അതിനൊക്കെ ഇതിൻ്റെ സ്വരസം എടുത്തിട്ട് 1 ടീസ്പൂൺ തേൻ ചേർത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫലപ്രദമാണ്.